ഹലോ, മിസ്സസ് മല്ലു മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാനഡയിലെ പ്രസിദ്ധമായ ഒരു ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കാനഡയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. അമ്മയുടെ പിറന്നാളായിരുന്നു. അപ്പോൾ പിറന്നാളിന് ഇവിടെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ അമ്പലത്തിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. അമ്മ ഇപ്പോൾ കാനഡയിൽ വന്നിട്ട് 2-3 നോർത്ത് ഇന്ത്യൻ ടെമ്പിളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അമ്മ സൗത്ത് ഇന്ത്യൻ ടെമ്പിളിൽ പോകുന്നത്. ഞാൻ സൗത്ത് ഇന്ത്യൻ ടെമ്പിൾ എന്ന് പറഞ്ഞെങ്കിലും കൂടുതലും ശ്രീലങ്കൻ തമിഴരാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നത്. ഇവിടെയുള്ള പൂജാരികളിൽ കൂടുതൽ പേരും ശ്രീലങ്കൻ പൂജാരികളാണ്. അങ്ങനെ ആദ്യമായിട്ട് കാനഡയിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു അമ്പലത്തിൽ പോയി പൂജയൊക്കെ ചെയ്തു. അങ്ങനെ അർച്ചന എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും അപ്പോൾ അർച്ചനയൊക്കെ എടുക്കുന്നത് കുറച്ച് വ്യത്യസ്ത രീതിയിലാണ്. റെസിപ്റ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ പേരും നാളൊക്കെ അതിൽ എഴുതി ചേർക്കേണ്ടത്. അങ്ങനെ പഴങ്ങളും പ്രസാദങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ ആദ്യമേ തരും. അതുകൊണ്ട് നമ്മൾ ഈ അമ്പല നടയിൽ വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് പൂജാരി വന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന റെസിപ്റ്റ് വാങ്ങും. എന്നിട്ട് നമ്മുടെ നാള് വായിക്കും, പേര് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാനും അമ്മയും സംസാരിക്കുന്നത് കേട്ടിട്ടാവണം പൂജാരി ഞങ്ങളോട് ചോദിച്ചു മലയാളികളാണോ എന്ന് ചോദിച്ചു. എവിടാ സ്ഥലം എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞു. അപ്പോൾ പോറ്റിയും തിരുവനന്തപുരത്തുകാരനാണെന്ന് പറഞ്ഞു. അങ്ങനെ സ്വന്തം നാട്ടിലെ ഒരു പൂജാരിയെ നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു. നാട്ടിലായാലും അമ്മ എപ്പോഴും അമ്പലത്തിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ അമ്പലം, നാട്ടിലെ അതേ ഫീലുള്ള ഒരു അമ്പലം ഇവിടെ കണ്ടപ്പോൾ അമ്മയും ഹാപ്പിയായി. ഇതൊരു ഗണപതി ക്ഷേത്രമാണെന്ന് പറഞ്ഞു. ഇതിലെ ഗണപതി വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. പഞ്ചമുഖ ഗണപതിയാണ് പ്രതിഷ്ഠ. ഈ അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തേരാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചാരിയറ്റ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ തേർ മഹോത്സവം ഈ ഒരു സമയത്താണ് ഈ ഒരു രഥം ഇവർ പുറത്തേക്ക് എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇതിനു മുന്നേ 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇവരുടെ ഉത്സവം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രഥം പുറത്ത് ഇട്ടിരിക്കുന്നത് കണ്ടപ്പോഴേ ആൾ പറഞ്ഞു, അപ്പോൾ ഉത്സവം ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ തിങ്കളാഴ്ചയാണ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബുധനാഴ്ചയാണ് ഉത്സവം നടക്കുന്നതെന്ന് അവിടെ നോട്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബുധനാഴ്ച ഞങ്ങൾ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് ഈ അമ്പലത്തിൽ വീണ്ടും പോയി. രാവിലെ 6 മണി മുതലേ സ്പെഷ്യൽ പൂജകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 10 മണിയായപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ പോയത് കറക്റ്റ് സമയമായിരുന്നു. പഞ്ചമുഖ ഗണപതി വിഗ്രഹം പുറത്തോട്ട് എടുത്തുകൊണ്ട് വരുന്ന സമയത്തായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന് വിഗ്രഹം എഴുന്നള്ളത്ത് ആനപ്പുറത്തായിരിക്കും അല്ലേ? ഇവിടെ വിഗ്രഹം എഴുന്നള്ളത്ത് തമിഴ്നാട് സ്റ്റൈലിലാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ചുവന്ന പട്ടുടുപ്പിച്ചിട്ടാണ് ഗണപതി വിഗ്രഹം ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ഇവർ പുറത്തേക്ക് എടുക്കുന്നത്. ഈ ഗണപതി വിഗ്രഹം കുറേ ആൾക്കാർ ചേർന്നിട്ട് ഈ തേരിനുള്ളിലോട്ട് കയറ്റി വെക്കുന്നു. വിഗ്രഹം തേരിനുള്ളിലോട്ട് കയറ്റിയതിന് ശേഷം തേരിൻ്റെ ഇരുവശത്തും വലിയൊരു വടം കെട്ടിയിട്ടുണ്ട്. ഇത്രയും വലിയ വടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു വശത്ത് സ്ത്രീകളും ഒരു വശത്ത് പുരുഷന്മാരും ചേർന്നാണ് ഈ വടം വലിക്കുന്നത്. അങ്ങനെ വടം വലിച്ചുകൊണ്ട് ഈ ഒരു ക്ഷേത്രത്തിന് ചുറ്റും ഒരു തവണ പ്രദക്ഷിണം വയ്ക്കുന്നു. സാധാരണയായി ഒരു തേരിനുള്ളിൽ ഒരു വിഗ്രഹമാണ് വയ്ക്കുന്നത്. ഇവിടെ ഗണപതിയുടെ വിഗ്രഹവും കൂടെ തന്നെ മുരുകദേവൻ്റെയും വിഗ്രഹം വയ്ക്കുന്നത് കണ്ടു. ഈ ഒരു ഉത്സവത്തിന് ഗണേശ രഥോത്സവം എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഈ അമ്പലത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഏറ്റവും വലിയൊരു ഉത്സവമാണ്. ശൂലം കുത്തി കാവടി എടുക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു.
തേര് ഒരു തവണ അമ്പലത്തിനെ വലം വെച്ച് വരുന്നതിനോടൊപ്പം തന്നെ ഈ ശയന പ്രദക്ഷിണത്തിനുള്ള ആൾക്കാരും തേരിന് പുറകെ ശയന പ്രദക്ഷിണം ചെയ്തു പോകുന്നു. തേരിനുള്ളിലേക്ക് ഗണപതി വിഗ്രഹം സ്ഥാപിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കുറേ ആൾക്കാർ ചേർന്ന് തേങ്ങ അടിക്കുന്നുണ്ടായിരുന്നു. നല്ല വെയിലുള്ള ദിവസമായിരുന്നു. തറയെല്ലാം ചൂടായിട്ടാണ് കിടന്നിരുന്നത്. തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോസ് വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തേര് പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. കാരണം ആൾക്കാർക്ക് നടന്നു പോകാനുള്ളതാണ്. പിന്നെ ശയന പ്രദക്ഷിണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആൾക്കാർ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ ഹോസ് വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. ഗണപതി വിഗ്രഹം വഹിച്ചു കൊണ്ടുപോകുന്ന തേരിന് ഏറ്റവും മുൻപിലായിട്ടാണ് കാവടിയാട്ടത്തിനുള്ള ആൾക്കാരുള്ളത്. ശ്രീലങ്കയിലെ ജാഫ്ന എന്ന സ്ഥലത്താണ് സാധാരണയായി തേർ മഹോത്സവത്തിനുള്ള തേരുകൾ നിർമ്മിക്കുന്നത്. ഒരുപാട് വുഡ് വർക്കുകൾ നിങ്ങൾക്ക് ഈ തേരിൽ കാണാം. അപ്പോൾ ശ്രീലങ്കയിൽ നിന്നാണ് ഈ തേരുകൾ നിർമ്മിച്ച് കാനഡയിലോട്ട് കയറ്റി അയക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തേര് നിർത്താറുണ്ട്. വടം വലിക്കുന്നവർക്ക് ഒരു വിശ്രമത്തിന് വേണ്ടിയും. പിന്നെ തേരിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടേബിളിൽ മുഴുവനും അർച്ചന പ്രസാദമാണ്. അപ്പോൾ പേര് വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർക്ക് പ്രസാദങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. തേരിന് ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് കാവടി എടുക്കുന്ന ആൾക്കാരുള്ളത്. അതിന് തൊട്ടു പിന്നാലെ മൺചട്ടിയിൽ കർപ്പൂരം കത്തിച്ച് കയ്യിൽ വെച്ച് കൊണ്ടുപോകുന്ന സ്ത്രീകളെയും കാണാം. ചില സ്ത്രീകൾ തലയിലും ആ മൺചട്ടി അങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം.
അങ്ങനെ തേര് അമ്പലത്തിന് ചുറ്റും വലം വെച്ച് തേര് വെച്ചിരുന്ന അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടുവച്ചു. അതിനുശേഷം ശൂലം കുത്തി കാവടി എടുത്തവരൊക്കെ അമ്പലത്തിനുള്ളിൽ കയറി ശൂലമൊക്കെ അഴിക്കുന്ന ചടങ്ങൊക്കെ ആയിരുന്നു. മൺചട്ടിയിൽ കർപ്പൂരം കത്തിച്ചവരെല്ലാം അമ്പലനടയിൽ മൺചട്ടി കൊണ്ടുവയ്ക്കുകയും പിന്നീട് അമ്പലത്തിൻ്റെ നടയിൽ തേങ്ങ ഉടയ്ക്കുകയും ചെയ്തിട്ട് അമ്പലത്തിനുള്ളിലോട്ട് കയറിപ്പോയി. ശയനപ്രദക്ഷിണം ചെയ്തവരും ശയനപ്രദക്ഷിണം ചെയ്ത് അമ്പലത്തിൻ്റെ നടയിൽ വന്ന് തേങ്ങ ഉടച്ചതിന് ശേഷം അമ്പലത്തിനുള്ളിലോട്ട് കയറിപ്പോയി. ശ്രീ ഗണേശ മഹോത്സവം എന്ന് പറയുന്നത് 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. അതിൽ ഗണേശ രഥോത്സവത്തിൻ്റെ അന്നാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത്. ആ ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നത്. 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉത്സവത്തിൽ ഓരോ ദിവസവും പ്രത്യേകം രീതിയിലാണ് ഇവർ പൂജാവിധികളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള പൂജാരീതികളൊക്കെയാണ്, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണത്. അമ്പലത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും വെള്ളവും പിന്നെ പ്രസാദവും എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പൊരി വെയിലത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ പിങ്ക് കളറ് സർബത്താണ് അവിടെ നിന്ന് കിട്ടിയത്. ഈ സർബത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വെള്ള കടല പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പായസവും കൊടുക്കുന്നുണ്ടായിരുന്നു. അന്നദാനത്തിന് ഇവർ കൊടുത്തത് സാമ്പാർ സാദമായിരുന്നു. സാമ്പാർ സാദം ഒരു രക്ഷയില്ലായിരുന്നു, കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. വിഗ്രഹം എഴുന്നള്ളതൊക്കെ കഴിഞ്ഞതിന് ശേഷം 1/4 മണിക്കൂറിന് ശേഷം ഗണപതിയെയും മുരുകനെയും പച്ചപ്പട്ട് ഉടുപ്പിച്ചതിന് ശേഷം അമ്പലത്തിനുള്ളിലോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ ഈ ഒരു ചടങ്ങ് വരെ മാത്രമേ കണ്ടുള്ളൂ. ബാക്കി പൂജാ കാര്യങ്ങളെല്ലാം അമ്പലത്തിനുള്ളിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിനുള്ളിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. 40 വർഷം പഴക്കമുള്ള കാനഡയിലെ പ്രസിദ്ധമായ ഒരു അമ്പലമാണിത്. കാനഡയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിലെ ഉത്സവം കാണുന്നത്. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ മാത്രം കണ്ടിട്ടുള്ളവർക്ക് ഇതൊരു വെറൈറ്റി ഉത്സവ കാഴ്ചയായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്